എവറിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. ഇന്ന് ഫിലിപ്പിയ ലേഖനം 3 അതിൻ്റെ 1, കർത്താവിൽ സന്തോഷിക്കുവിൻ. അവസാനമായി എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം നിങ്ങൾക്ക് വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് സംരക്ഷണം വരുത്തും. യഹോവയിലുള്ള സന്തോഷം, ദൈവത്തിലുള്ള സന്തോഷം, യേശുവിലുള്ള സന്തോഷം നിങ്ങൾക്ക് സംരക്ഷണം വരുത്തും. ഹല്ലേലൂയ. എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. പ്രശ്നങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുവാൻ പഠിക്കണം, ആനന്ദിക്കുവാൻ പഠിക്കണം. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സൗഖ്യത്തോടെ നടത്തുന്ന, ആരോഗ്യമായി ഇരിക്കുവാൻ ദൈവം ഇട നൽകും. ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സ് ഇടിഞ്ഞു പോവുക, പെട്ടെന്നൊരു മതിലിടിഞ്ഞു പോകുന്ന പോലെ മനസ്സ് ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ മാറ്. കർത്താവ് നിങ്ങൾക്ക് സന്തോഷത്തെ തന്നിരിക്കുക. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ അവൻ പകർന്ന് അതിനകത്ത് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ. പലരും വലിയ വേർപാടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബത്തിനകത്ത് ഭാര്യ നഷ്ടപ്പെട്ടു പോവുക, ഭർത്താവ് നഷ്ടപ്പെട്ടു പോവുക, മക്കൾ നഷ്ടപ്പെട്ടു പോവുക. ഇതിൻ്റെയൊക്കെ നടുവിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു സന്തോഷം മടങ്ങി വരട്ടെ. കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയെ, കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈ പിടിച്ചെഴുന്നേൽപ്പിക്കും. നെഹമ്യായുടെ പുസ്തകം 10 വേദപുസ്തകം പറയുന്നു, കർത്താവിലുള്ള സന്തോഷമാണ് എൻ്റെ ബലം. ആ ബലമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് വേർപെടലിൻ്റെയും സ്തോത്രം, അതിലെ രോഗത്തിൻ്റെ നടുവിലൊക്കെ ആയിരിക്കുന്നവർ കർത്താവിൽ സന്തോഷിച്ചാൽ രോഗം ദൈവം സൗഖ്യമാക്കി മാറ്റും. ഹല്ലേലൂയ. വേർപെടലിൻ്റെ പ്രയാസത്തിലിരിക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ടെങ്കിൽ അവരൊരിക്കലും മനുഷ്യനിൽ വിശ്വസിക്കരുത്. സ്തോത്രം. ഒരു വ്യക്തി ഇത്ര നാൾ ജീവിച്ചിരിക്കും, അല്ലെ ഇത്ര നാൾ ആയിരിക്കുമെന്ന് ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ, അത്രയും നാൾ ആയുസ്സുണ്ടെങ്കിൽ ആയുസ് കഴിഞ്ഞ് മാറ്റുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ദൈവം സ്തോത്രം ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് തുണയായി മാറും. ദൈവത്തെ ആശ്രയിക്കണം. ബാക്കിയുള്ള സൃഷ്ടകാലം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൽ സന്തോഷിക്കണം. വേറെ ഒരു സന്തോഷം ആ കുടുംബ സന്തോഷത്തിനകത്തുനിന്ന് കർത്താവിൻ്റെ സന്തോഷത്തിനകത്ത് വരുമ്പോൾ ദൈവം അതിൽ പരം സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവം പകരും. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കടഭാരമായി കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും ഇരിക്കുന്നവർ കർത്താവിൻ്റെ ആനന്ദ സന്തോഷത്തിനകത്ത് വരുവാണെങ്കിൽ ആനന്ദ തൈലം കൊണ്ട് ദൈവം നിറയ്ക്കും. ഒത്തിരി പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അതും ഇതും പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, വലിയ കാര്യങ്ങൾ. പക്ഷേ ഞാൻ പറയുന്ന ഒരു വിഷയം, ഇതൊരു മെഡിസിനാ. നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ, ഈ വചനം കേട്ട് നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുമെങ്കിൽ, അത് 100% നിങ്ങളുടെ രോഗങ്ങളെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ അടിപ്പിണരുകളാൽ എടുത്ത് മാറ്റി സൗഖ്യം തരും. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം പകരും. കർത്താവിൽ സന്തോഷിക്കുവാൻ പറ്റും. വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെയൊക്കെ ഞാനും കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലൊക്കെ കർത്താവ് എന്നെ ബലപ്പെടുത്തി അതിൽ സന്തോഷിക്കുവാൻ ഇട തന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വ്യക്തിജീവിതങ്ങളെ എല്ലാം ഇടയാക്കുന്നുമാറാകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.